ഭീകരതയ്ക്കെതിരെ SCO ഒന്നിച്ചു നിൽക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. സൈനിക തലത്തിൽ പരസ്പരം വിശ്വാസമാർജിക്കുകയാണ് ഭാരതത്തിന്റെയും ചൈനയുടെയും ഇടയിലുള്ള പ്രഥമ ലക്ഷ്യമെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. ഭാരത് ചൈന അതിർത്തി സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും സാധ്യതയാകുമെന്നും ഷീ ജിൻപിങ് കൂട്ടിച്ചേർത്തു. അതേസമയം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദിയിലെത്തിയ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സൗഹൃദം പങ്കിട്ടു. വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് നൽകും. ഐസൺ, കഴിഞ്ഞ 2 ദിവസമായി ലോകം ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇന്നലെ അദ്ദേഹം ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നിപ്പോൾ അദ്ദേഹം സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഒപ്പം വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധർ പ്രധാനമന്ത്രിയുടെ ഈ വളരെ സുപ്രധാനമായ ചൈന സന്ദർശനത്തെ നോക്കിക്കാണുന്നത്? ഗൗതം, തീർച്ചയായും വിദേശകാര്യ വിദഗ്ധരും വിദേശകാര്യ വിദ്യാർത്ഥികളും ഏറെ ഗൗരവത്തോടെയും കൗതുകത്തോടെയും ആകർഷണത്തോടെയുമാണ് ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്നത്തെ വാർത്ത, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും ഗൗരവമേറിയ അന്താരാഷ്ട്ര വൈദേശിക ബന്ധങ്ങളുമായുള്ള ഭാരതത്തിൻ്റെ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ വാർത്ത, ഭീകരതയ്ക്കെതിരെ SCO ഒന്നിച്ചു നിൽക്കുമെന്നാണ് ഷീ ജിൻപിങ് ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്യുന്നതിനിടെ SCO യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഭാരതത്തോടൊപ്പമാണ് ഭീകരത െതിരെ നിൽക്കുക എന്നും കൃത്യമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാനുള്ളൊരു സന്ദേശമുണ്ട്. കൃത്യമായൊരു സന്ദേശം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനുമാണ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനൊപ്പമല്ല, ഇനി ഭീകരതയ്ക്കെതിരായ നീക്കങ്ങളിൽ പാകിസ്ഥാനൊപ്പമല്ല എന്ന കൃത്യമായ സന്ദേശം ചൈന നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കും ഒരു സൂചന ചൈന നൽകി കഴിഞ്ഞിരിക്കുന്നു. ഷീ ജിൻപിങ്ങിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായി ഭാരതം നിൽക്കുമ്പോൾ ഭാരതത്തോടൊപ്പം ചേർന്ന് ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് ശക്തി പകരുക എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭീകരതയ്ക്കും വിഘടനവാദത്തിനുമെതിരാണ് ആദ്യ നടപടി എന്നാണ് ചൈനീസ് പ്രസിഡന്റ് പിന്നീട് പറഞ്ഞത്. അതായത് ഭീകരതയും വിഘടനവാദവും എന്ത് തരത്തിലാണോ ഒരു സമൂഹത്തെ ദുഷിപ്പിക്കുന്നത്, ആ ദുഷിപ്പിക്കുന്നതിനെതിരായ നീക്കങ്ങളായിരിക്കും ശക്തമായി നടത്തുക എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന വിഷയം, സൈനിക തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം പുനരാർജിക്കുക എന്ന ഒരു തീരുമാനമാണ് ഉണ്ടാവുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഗാൽവൻ സംഘർഷത്തിന് ശേഷം 4 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് അതിർത്തിയിൽ നിന്നുള്ള സേനാ പിന്മാറ്റമെല്ലാം തന്നെ യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. അത്തരത്തിൽ വിശാലമായ ഭാരത ചൈന അതിർത്തി സൗഹൃദത്തിൻ്റെ ഒരു സാധ്യതയായി വളർത്തുമെന്നും അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായും സഹവർത്തിത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു സാധ്യതയായി ഭാരത ചൈന അതിർത്തി വളർത്തുമെന്ന് പറയുമ്പോൾ ആ 2 രാജ്യങ്ങൾ എത്ര കണ്ട് ശക്തമായ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എത്ര കണ്ട് ശക്തമായൊരു ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുകയും അഭിസംബോധന ചെയ്യപ്പെടുകയും ചൈനീസ് പ്രസിഡന്റിനുള്ള മറുപടിയായി പറയുകയും ചെയ്യുക ഈ ഭീകരവിരുദ്ധ നിലപാടുകൾക്കൊപ്പമാണ് SCO എന്ന നീക്കത്തെയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും ചെല്ലുമ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൽ സുപ്രധാന ഘടകമായി മാറുന്നത് ഭീകരവിരുദ്ധ നീക്കങ്ങൾ തന്നെയാണ്. ഭാരതത്തിൻ്റെ നയതന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നയം, അല്ലെങ്കിൽ ഒരു പോളിസി ഡിസിഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ് ഭീകരവിരുദ്ധ പോരാട്ടം എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സമീപനം. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഭാരതം സ്വീകരിക്കുന്നു. ഭാരതത്തോടൊപ്പം ശക്തമായൊരു രാജ്യം കൂടിയായ ചൈന എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ഇതിൽ വളരെ ശ്രദ്ധേയമാകുന്നത്, ഭീകരതയ്ക്കെതിരെ ഭാരതത്തിനൊപ്പം ചൈന ഉണ്ടാകുമെന്ന് ഷീ ജിൻപിങ് പറയുമ്പോൾ അത് പാകിസ്ഥാന് നൽകുന്നൊരു സന്ദേശം കൂടിയാണല്ലോ. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാകിസ്ഥാന് വലിയ പിന്തുണ നൽകിയിരുന്ന, അത് സൈനികമായി അതല്ലാതെ സാമ്പത്തികമായൊക്കെ ചൈന പിന്തുണച്ചിരുന്ന ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ ആ ഒരു നിലപാടിൽ നിന്നുള്ള ചൈനയുടെ വ്യതിചലനം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാന് വലിയ തോതിലുള്ള പിന്തുണ നൽകുന്ന US-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയല്ലേ? കാരണം ഏഷ്യയിലെ 2 പ്രബല സൈനിക ശക്തികൾ, ഒപ്പം ജനസംഖ്യാടിസ്ഥാനത്തിലെ 2 ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള വലിയ 2 രാഷ്ട്രങ്ങൾ അത് ഒരുമിക്കുന്നു, പ്രത്യേകിച്ച് ഭീകരതയ്ക്കെതിരെ വിഘടനവാദത്തിനെതിരെ ഒരുമിക്കുന്നു എന്ന സന്ദേശം ബീജിംഗിൽ നിന്നും വരുമ്പോൾ അത് കൃത്യമായ മുന്നറിയിപ്പ് പാകിസ്ഥാൻ ഉൾപ്പെടെ ഈ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കല്ലേ ഈ സന്ദേശം നൽകുന്നത്? ഐസൺ,
തീർച്ചയായും ഭീകരതയ്ക്കെതിരായ ഒരു സ്പോൺസർഷിപ്പിനെ കൃത്യമായി എതിർക്കുമെന്ന നിലപാട് തന്നെയാണ് ചൈനീസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് വിക്രം മിശ്ര ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതായത് ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കും, ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ ഭാരതത്തോടൊപ്പം എന്ന നിലപാട് കൃത്യമായും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇന്നലെ തന്നെ ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ ബ്രീഫിങ്ങിൽ, വിക്രം മിശ്രയുടെ ബ്രീഫിങ്ങിൽ നമ്മൾ കേട്ടത്. തീർച്ചയായും വിക്രം മിശ്രയുടെ ബ്രീഫിങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതവുമായി ചൈന ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകുമെന്നൊരു സൂചനയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഭാരതത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈനയുടെ പാകിസ്ഥാനിലെ സ്വാധീനം വളരെ വലുതായിരുന്നു. കുറച്ചു കാലം മുമ്പ് വരെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. സ്വാഭാവികമായും അവിടെ വലിയ നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്, വലിയ പശ്ചാത്തല സൗകര്യ നിക്ഷേപങ്ങളെല്ലാം നടക്കുന്നു. ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൻ്റെ ഓരോ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായ ഒരു വിന്യാസം സ്വാഭാവികമായും ചൈനയുടെ പല ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ വിശാലമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ചൈനയുടെ കൈവശമുണ്ട്. സ്വാഭാവികമായും ഭാരതത്തിനെതിരെ നീങ്ങുന്ന ഓരോ കരുനീക്കങ്ങളും കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള ഒരു ഇൻ്റലിജൻസ് ഷെയറിങ്ങിലേക്ക് പോലും ഈ രണ്ട് രാജ്യങ്ങളും പോയാൽ തന്നെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനുള്ളൊരു സാധ്യത അത് തുറന്നിടുകയും ചെയ്യും. ആ ഒരു സാധ്യത, അതായത് ഭീകരവിരുദ്ധ നീക്കത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു എന്ന് കൃത്യമായി ഇന്നലെ വന്ന വാർത്തയും സ്വാഭാവികമായും ഇന്ന് ചൈനീസ് പ്രസിഡന്റിൻ്റെ വാക്കുകളും എല്ലാം തന്നെ സൂചന നൽകുന്നത് അമേരിക്കയ്ക്കെതിരായ ഒരു നിർദ്ദേശം തന്നെയാണ്. കാരണം അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനിൽ കൂടുതൽ നിക്ഷേപം നടത്തി, ഓയിൽ നിക്ഷേപമെല്ലാം തന്നെ നടത്തി, എണ്ണ ഖനന നിക്ഷേപമെല്ലാം തന്നെ നടത്തി, പാകിസ്ഥാനിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള സാഹചര്യം ഭാരതത്തിന് ഒരുക്കുമെന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷേ എണ്ണയുടെ ശേഖരം പാകിസ്ഥാനിലുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ ഇനിയും നടക്കേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. എങ്കിലും അത്തരത്തിലുള്ള നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ മേഖലയിൽ ഒരു അസ്ഥിരാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ നീക്കങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ചൈന പറഞ്ഞിരിക്കുന്നു. ഭാരതം ചൈനയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സൂചനകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. റഷ്യയും ഒരു ശക്തിയായി അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധ ശക്തിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു. വിഘടനവാദത്തിനുമെതിരെ ഒരുമിച്ച് പോരാടും എന്ന കൃത്യമായ സന്ദേശം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നൽകുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ ഭാരതത്തിനൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് ഭീകരതയെയും വിഘടനവാദത്തെയും എതിർക്കും എന്നാണ് ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ വളരെ സുപ്രധാനമായിട്ടുള്ള ചൈന സന്ദർശനം പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ധാരണയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യമായി നിലനിൽക്കുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ചൈന സന്ദർശനം തന്നെയാണ്. ഒരിക്കൽ കൂടി ലോകരാഷ്ട്രങ്ങളെ നയിക്കാൻ ഭാരതം തുനിഞ്ഞിറങ്ങുന്നു എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചൈന പര്യടനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്